ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം യോഗീർത്യാനഗമ്യം. മുത്തശ്ശി ഒന്നുകൊണ്ട് വരൂ. എന്താ മുത്തശ്ശി ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണമെന്ന് കേക്കണില്ലേ? ഞാനവിടെ വായിക്കായിരുന്നു. വായന എപ്പോഴും ബുക്ക് പിടിച്ചിരുന്നിട്ട് ശാന്താകാരം പറഞ്ഞിരുന്നാ മതി. പിന്നെ ഇനിയിപ്പൊ അമ്മപ്പ വരും, ഇപ്പൊ ചീത്ത കേൾക്കും. മുത്തശ്ശിനെ ചീത്തയിപ്പിക്കാൻ നടക്കുക. വേറെ കാര്യം ചെയ്ത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരൂ, ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യൂ. ആരുമില്ല, ഞാൻ ചെയ്തോളാം. ഞാൻ കുറച്ചേരം കൂടെ ഫോണിൽ കുറച്ചുകൂടെ പരിപാടി ഉണ്ടെക്കി, കുറച്ചുകൂടെ മെയിലൊക്കെ ചെക്ക് ചെയ്യാണ്ട്. മുത്തശ്ശി കാര്യം ചെയ്യും, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരുമോ? അമ്മ വന്നു കഴിഞ്ഞപ്പോ ചീത്തേക്കും. ഒക്കെ റെഡിയാക്കി തരാം. പിന്നെ കുഞ്ഞാവയ്ക്ക് പാല് കാച്ചി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഒന്നും കൊടുത്തില്ലേ. എവിടെ ഇരിക്കണെന്നൊക്കെ അറിയില്ല, എന്നാ ഞാൻ ചെയ്ത് വെക്കാം. എന്താ മുത്തശ്ശി ഇവിടുത്തെ സാധനങ്ങളൊന്നും എവിടെ വെച്ചതൊന്നും അറിയില്ലേ? അമ്മ അവിടെ വെച്ച് പോയതാണ്. എവിടെ നോക്കി നോക്കൂ, അവിടെ അടുക്കളയിലുണ്ട്, പോയി നോക്കി നോക്കൂ. രാവിലെ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാ തുടങ്ങി ബുക്കും വായിച്ചിങ്ങനെ ഇരിക്കുക, എന്നിട്ട് അമ്മേന്റെ വക ചീത്ത മുഴുവയ്ക്കും. മുത്തശ്ശി ഇത് നോക്കൂ, മുത്തശ്ശി ഉച്ചയ്ക്ക് കൂട്ടാനൊക്കെ അരച്ചു വെച്ചിട്ട് ആ മിക്സി അങ്ങനെ തന്നെ ഇരിക്കണു. ഇനി ഇത് അമ്മ വന്നു കഴിഞ്ഞാൽ ഇനി നല്ല പൊതിരെ കിട്ടിക്കും. മുത്തശ്ശി ഇതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് പാത്രമൊക്കെ കഴുകി വെക്കൂ. ഓരോരോ സാധനങ്ങള് ഇതൊക്കെ കണ്ടു. മുത്തശ്ശീനെ പണിയാവൂല്ലേ ഇതൊക്കെ ഇവിടെ വെച്ചത്? ഒക്കെ അവിടെ ഇവിടെ ഇട്ടച്ചെണ്ണു. സാധാരണ ഓരോ വീട്ടില് ഇതൊക്കെ ഞാൻ കഴുകിക്കോളാം. മുത്തശ്ശി ഇങ്ങനെ അമാന്തം പിടിച്ച് കളിക്കല്ലോ, വേഗം ചെല്ലും. അമ്മൂനറിയില്ല എത്ര പ്രായമായി. എത്ര പ്രായം? ഇതൊക്കെ ചെയ്യണില്ല എപ്പോഴും. പ്രായമൊന്നും ചെയ്യാൻ പ്രായമൊന്നുമില്ല. മുത്തശ്ശി വേഗം പോയി ചെയ്യൂ, പണിയെടുക്കൂ. ഇതൊക്കെ എന്താ കാണിക്കേണ്ടത് എനിക്ക് അറിയണില്ല. ഇതൊക്കെ ഈ മുത്തശ്ശീന്റെ പണിയാണ് ഈ കക്കരിക്കൊക്കെ പകുതിയാക്കി വെച്ചെണ്ണതും അതൊക്കെ അരച്ചു വെച്ചെണ്ണു. എന്നിട്ട് അതൊന്നും കഴുകി വെച്ചിട്ടില്ല. ഇനി അമ്മ വരാൻ ആകെ 10 മിനിറ്റേ ഉള്ളൂ. കുഞ്ഞായ്ക്ക് പാല് കൊടുക്കാൻ പറഞ്ഞെണ്ണൊന്ന്. ഹലോ, അഭിരാമി. അതെ, ഓ നിനക്കൊക്കെ എന്ത് ഭാഗ്യം, നിന്റെ വീട്ടിൽ തന്നെ കൃഷിയൊക്കെ ചെയ്ത ഫുഡൊക്കെ കഴിക്കാലോ. ഇവിടെ കൃഷി പോയിട്ട് ഒരു മണ്ണിരേനെ പോലും കാണാനില്ല. ഒന്നും പറയണ്ട, ഇവിടുത്തെ അവസ്ഥ അങ്ങനെ തന്നെ. ആരുമില്ല ഹെൽപ്പ് ചെയ്യാനൊന്നും. പിന്നെ അതുമല്ല, അതിനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ. ഈ വീടന്നെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. പിന്നെ അതിനുള്ള കൃഷി ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല. അതെ. അപ്പൊ നീ എത്ര സെന്റിലാ കൃഷി ചെയ്തത്? 5 സെന്റ് മതി. അത് നല്ല ഐഡിയ ആണല്ലോ, നല്ല വരുമാനം ഉണ്ടാക്കാല്ലേ. ഓ അതൊന്ന് പിന്നെ സംഭവം ഉണ്ട്. എന്താ അറിയോ, നമ്മുടെ മുത്തശ്ശിയുടെ പറമ്പാണ്, 5 സെന്റ് ഉണ്ട്. അതേതായാലും ഞാൻ ഒന്ന് സോപ്പിട്ട് നോക്കട്ടെ. ഞാൻ പറഞ്ഞ 36 കേൾക്കും. ഒന്ന് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നൊന്നും അറിയാലോ. മനസ്സിലിരിപ്പ് അറിയാം. ഇപ്പൊ വല്ല ആശ്രമത്തേക്കോ വല്ല വൃദ്ധസദനത്തേക്കൊക്കെ എഴുതി കൊടുക്കോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ 2-3 ദിവസം ഒന്ന് സ്നേഹപ്പെരുമാറ്റം എടുക്കാം. അതെ 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 കിട്ടിയില്ലോ. അതെ, എന്തായാലും ചോദിക്കാം. എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചിട്ട് പറയാട്ടോ. നീ എന്ത് ചെയ്യണം അറിയോ, അതിന് ആ കൃഷിയുടെ നീ പറഞ്ഞ വായ്പകളൊക്കെ എടുത്തതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഡീറ്റെയിൽ ആയിട്ട്. അതെ അതെ. പിന്നെ മുത്തശ്ശിയുടെ കയ്യിൽ കുറച്ച് ഫിക്സഡ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചെറുമാതിരി ഒരു സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്യാം. അതെ അതെ. ഓക്കെ ഡി, ഓക്കെ ബൈ. ഞാൻ വിളിക്കാം. ശരി. മുത്തശ്ശീനെ വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കാം. ഓക്കെ. മുത്തശ്ശി ഒന്നിങ്ങോട്ട് വരൂ. മുത്തശ്ശി ചെവിയും കേൾക്കൂല, 10 വയസ്സായി, ചെവിയും കേട്ടൂടെ. മുത്തശ്ശി സ്നേഹത്തോടെ വിളിക്കാം. മുത്തശ്ശിയേ ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇരിക്കൂ. വയ്യേ? ക്ഷീണിച്ചു? തണുപ്പൊക്കെ അതിന്റെ ഭയങ്കര വിഷമം.
എനിക്ക് രാവിലെ നേരത്തെ നീക്കാഞ്ഞാലും വായിക്കാഞ്ഞാലും ഒന്നും ഒരു സമാധാനം മനസ്സിന് കിട്ടണില്ല. ആ നല്ലതാണ് ശരിക്കും അതൊക്കെ. പക്ഷെ നമുക്കിവിടെ സമയമില്ലായിട്ടാ മുത്തശ്ശി. ഞാൻ മുത്തശ്ശിയോട് ദേഷ്യപ്പെടുകൊണ്ട് വിരോധമൊന്നും തോന്നുന്നു. എന്നോട് ദേഷ്യണ്ടോ? ഇല്ലല്ലോ അല്ലെ? കുഞ്ഞാവേ, മുത്തശ്ശി എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അഭിരാമി. അപ്പൊ അഭിരാമിയുടെ വീട്ടില് കാബേജ്, ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര മുത്തശ്ശിക്ക് നല്ല ഇഷ്ടല്ലേ സ്വയം തൊഴിൽ എന്നുള്ള രീതിയില് പച്ചക്കറിയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഞാൻ ആലോചിക്കണ എന്താ അറിയോ, നമുക്ക് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചപ്പോ ഈ വീടിന്റെ മുറ്റത്ത് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മുത്തശ്ശിയുടെ ആ ഒരു 5 സെന്റിൽ നമുക്ക് ചെയ്താലോ? നല്ലൊരു ഐഡിയ അല്ലേ? നല്ല ഐഡിയ ആണ്. അപ്പൊ നമുക്ക് അവിടെ കുറെ വിളവെടുക്കാൻ കിട്ടും. അപ്പൊ പിന്നെ നമുക്കൊരു വരുമാനമായി. പിന്നെ പകുതി പകുതി എടുക്കാം. മുത്തശ്ശി പ്രായമായില്ല, അപ്പൊ മുത്തശ്ശിക്ക് മരുന്നൊക്കെ വാങ്ങാനുള്ള പൈസ ഒക്കെ അതൊന്ന് കിട്ടുമല്ലോ. അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാല്ലേ ഏതായാലും. അപ്പൊ നമുക്ക് നാളെ തന്നെ അതിന് പോയിട്ട്. പക്ഷെ പിന്നെ ഒരു കുഴപ്പമുണ്ട് മുത്തശ്ശി, ആ സ്ഥലം മുത്തശ്ശിക്ക് എന്റെ പേർക്കൊന്ന് ആക്കി തരാൻ പറ്റുമോ? എന്താ അറിയോ, അങ്ങനെ ആവുമ്പോഴേ ഇപ്പോ അമ്മ അല്ലെങ്കിൽ എന്നെ ഇതിലേക്കൊന്നും വിടില്ല. അതാ പ്രശ്നം. അമ്മ പറയും എന്തിനാ അത്, മുത്തശ്ശി ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ വേറെ ആശ്രമത്തിക്കേറ്റ് കൊടുത്താലോ, പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആവില്ലേന്ന് ചോദിക്കും. അപ്പൊ മുത്തശ്ശി അത് ആശ്രമത്തിക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വെച്ചോന്നല്ലല്ലോ? തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞിട്ട് സാവകാശം ഉണ്ടല്ലോ. എന്നാ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കൂടെ തുടങ്ങാം. അപ്പൊ പിന്നെ മുത്തശ്ശി ഒന്നും നോക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. മുത്തശ്ശി നമുക്ക് നാളെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാം എന്റെ പേർക്ക്. വേറെ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കിട്ടണേന്റെ പപ്പാതി എന്നുള്ള രീതിയിൽ ഇപ്പൊ വിളവെടുക്കണ സമയത്തും ബാക്കിയെല്ലാം ഞാൻ മേൽനോട്ടം തന്നെ വഹിച്ചോളും. അതിലൊന്നും ഒരു പേടിയും പേടിക്കണ്ട. അപ്പൊ നാളെ നമുക്ക് എന്തായാലും റെഡി ആക്കണം കേട്ടോ അവിടെ പോയിട്ട്. അപ്പൊ എന്നാ മുത്തശ്ശി ഇന്ന് കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. ഇന്നിപ്പോ എന്തായാലും ഞാൻ പാല് കുഞ്ഞാക്കി കാച്ചി കൊടുക്കാം. അപ്പൊ എന്നാ എന്തായാലും മുത്തശ്ശി കൊറേ പണി എടുത്തല്ലേ. അമ്മ വരാറായി. അപ്പൊ എന്നാ ഞാൻ കുറച്ച് ചെയ്യാം പണി എടുത്തിട്ട്. എന്നാ മുത്തശ്ശി അവിടെ പോയിട്ട് വായിച്ചോളൂ. ക്ഷീണം വരുന്ന പോലെ തോന്നുന്നു. എന്നാ കിടക്കാൻ പോവാ. കുറച്ചു നേരം കിടക്കാം. എന്നാ പോയിക്കോളൂ. ശരി എന്നാ. അപ്പൊ ഇനി വേറെ ആരെയും ഫോൺ വിളിച്ച് പറയൊന്നും വേണ്ടട്ടോ നമ്മള് സംസാരിച്ച കാര്യം. ആയിക്കോട്ടെ. ആരോട് ഇതിപ്പോ പുറത്താരും അറിയണ്ട, നമ്മള് മാത്രം അറിഞ്ഞാ മതി. നമ്മളിവിടെ ഒന്ന് കൃഷി ചെയ്തൊക്കെ എല്ലാരും ഒന്ന് കാണട്ടെ, കണ്ടിട്ട് ഇവര് സാധനങ്ങളൊക്കെ വാങ്ങാൻ വരട്ടെ. അപ്പൊ പറഞ്ഞാ മതി, ഇതിന്റെ മുന്നേ ആരോടും പറയണ്ട. എന്നാ ചെന്നോളൂ, എന്നാ പോയി കിടന്നുറങ്ങിക്കോളൂ. നിനക്ക് വല്ലതും മനസ്സിലാവുണ്ടോ? അതൊക്കെയാണ് ഒരു കളി. ആ സ്ഥലത്ത് എന്തൊക്കെ പ്ലാൻ ചെയ്യണം അറിയാം. ഒരു ക്വാർട്ടേഴ്സ് കെട്ടാം. എന്നിട്ട് നമുക്ക് റെൻറ്റിന് കൊടുക്കാം. അപ്പോൾ മന്ത്ലി റെൻറ്റ് ഇങ്ങനെ വാങ്ങാം അല്ലേ? ഒക്കെ പ്ലാൻ ഉണ്ട്. അമ്മ വരുമ്പോഴേക്കും പണിയൊക്കെ തീർക്കട്ടെ. എന്നാ വാ പോവാ. വേഗം ഓടാ 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 ഓടാ. നീ നടക്ക്. ഇതൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. ഈ അടയൊക്കെ മുത്തശ്ശി തിന്നണതാ. ഇന്നിപ്പോൾ മുത്തശ്ശിക്ക് തിന്നാനൊന്നും കൊടുക്കണ്ട. നമുക്ക് തിന്നാൻ വേണോ നിനക്കടാ? അമ്മു എന്താ മുത്തശ്ശി? അപ്പൊ കൃഷി ചെയ്യണമെന്നൊക്കെ ഇപ്പൊ അവിടെ ബിൽഡിംഗ് ഒക്കെ ആണല്ലോ കാണാനുള്ളത്. ബിൽഡിങ്ങോ? അത് എന്താ, കൃഷിയൊന്നും നടന്നില്ല മുത്തശ്ശി. അതൊക്കെ വെറുതെ. അതൊക്കെ അതിനായിട്ട് മെനക്കെട്ട് നടക്കൊക്കെ വേണം. കുറേ അതിൻ്റെ എന്താ താഴെ മണ്ണിടാനും മാന്താനും പിടിക്കാനൊക്കെ പോകണം. അതിൽ നല്ല ഇപ്പൊ ഇങ്ങനെ ഈ ബിൽഡിങ് കയറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും മാസം പൈസ കിട്ടും. അപ്പൊ ആ പൈസ എന്നാ പിന്നെ എനിക്ക് എടുക്കാലോ. സ്ഥലമൊന്നും വേണ്ട, സ്ഥലമൊക്കെ ഞാൻ അവസാനം മുത്തശ്ശിക്കന്നെ തരാം. ആ മാസം കിട്ടുന്ന പൈസ എന്നാ എനിക്ക് എന്തേലും ഡ്രസ്സ് വാങ്ങാനോ ഒക്കെ ആയില്ലോ. എനിക്ക് അമ്മേനോട് അച്ഛനോടൊന്നും പൈസ വയ്ക്കണ്ടല്ലോ. അപ്പൊ അമ്മു പറഞ്ഞത് മുത്തശ്ശിക്ക് എന്ത് വേണമെങ്കിലും തരാം, എന്ത് വേണമെങ്കിലും ചെയ്യാ, മരുന്നൊക്കെ വാങ്ങാൻ പൈസ ആയിരുന്നു. അപ്പൊ മുത്തശ്ശിക്ക് എത്ര മാസങ്ങളായി മരുന്ന് തന്നെ ഇല്ലാതെയായിട്ട്? മരുന്ന് ഇപ്പൊ മുത്തശ്ശി ഇന്നലെ ഞാൻ മറ്റേ സാധാ മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോ തന്നെ 4000-5000 റുപ്യൊക്കെയാണ് ഒരു മാസം. ഈ മുത്തശ്ശിക്ക് വയസ്സ് 70ആയി. ഈ 70ആം വയസ്സിൽ 4000-5000 റുപ്യയുടെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോ നേരെയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നല്ല നല്ല വീട്ടിലെ ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഇവിടുത്തെ പനിയൊക്കെ എടുത്താൽ തന്നെ മുത്തശ്ശിയുടെ പകുതി വയ്യായൊക്കെ മാറും. അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത ഏൽപ്പിക്കാതിരിക്കുക. മുത്തശ്ശി എന്ത് ചെയ്യണം അറിയോ, ഇവിടുത്തെ പണികളൊക്കെ എടുത്തോളൂ, എന്നിട്ട് ഇതാക്കിക്കോളും. ബാക്കിയൊക്കെ എവിടേക്കും പോവുക. എങ്ങോട്ട് പോണത്? എങ്ങോട്ട് പോവൊന്നും വേണ്ട, അവിടെ പോയി പണിയൊക്കെ എടുത്തോളൂ. എന്നാ പിന്നെ നമുക്ക് വീട്ടിലുള്ളവർക്കൊരു കൈസഹായം ആയില്ലോ.
അമ്മു ഞാൻ അങ്ങനെയാണെങ്കിൽ എവിടേക്കും പോവുകയാണ്. എന്നാ പോയിക്കോളൂ മുത്തശ്ശി, അത് നല്ലേ. എന്നാ പിന്നെ എനിക്കിപ്പോ എന്തായാലും എനിക്ക് ആ റെന്റൊക്കെ കൊടുക്കണേന്ന് കുറച്ച് പൈസ ഇട്ടുണ്ട്. ഏതെങ്കിലും പണിയൊക്കെ എടുക്കണ ചേച്ചിമാരെ കിട്ടും. ഞാൻ പെറ്റ് വളർന്ന വീടല്ലേക്ക് എങ്ങോട്ടും പോവാനും തോന്നില്ല. അതാപ്പൊ ഞാൻ ഇങ്ങനെ മുത്തശ്ശി പോയിക്കോളൂ പോയിക്കോളൂ പോയിക്കോളൂ. ആ നല്ലേ, പോയിക്കോളൂ പോയിക്കോളൂ. മുത്തശ്ശി ഇങ്ങനെ എല്ലാ ദിവസവും ഓരോന്നും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കും. മുത്തശ്ശി പൂവന്നെ നല്ലേ. ഓരോ ദിവസം ഓരോ കാര്യങ്ങളാ മുത്തശ്ശിക്ക്. പൈസ തികയിലില്ല, മരുന്ന് പോരാ, അസുഖമൊന്നും ഇല്ലെങ്കിലും വെറുതെ മരുന്നാ മുത്തശ്ശിക്ക്. വെറുതെ ഇത് തിന്നാ. പോവാ കുഞ്ഞാവേ നമുക്ക്. ബാ.